വിവാഹത്തിന് മുമ്പ് ജാതകം നോക്കും. പക്ഷേ ജോലി, സ്വഭാവം, ഉത്തരവാദിത്തം ഇതൊന്നും നോക്കത്തില്ല. ഗ്രഹപ്പൊരുത്തം നോക്കുമ്പോൾ വൈഫൈ പൊരുത്തം നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് കഷ്ടം. സോ വെൽക്കം ബാക്ക് ടു എക്സാം ബ്രോക്കർ പൂച്ച. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അന്ധവിശ്വാസം ഹെറാസ്കോപ്പ് ബെറ്റ വേർഷൻ അഥവാ ജാതകം പൊരുത്തം വിവാഹം. കേരളത്തിലെ വിവാഹം തീരുമാനിക്കുമ്പോൾ പല കുടുംബങ്ങളും ആദ്യം ചോദിക്കുന്നത് ജാതകമുണ്ടോ, ചൊവ്വാദോഷമുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലെ ആക്ച്വൽ പ്രശ്നങ്ങളായ സ്വഭാവ വൈകല്യം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവയൊന്നും നോക്കാതെ ഗ്രഹങ്ങളുടെ സ്ഥാനം മാത്രം നോക്കുന്നു എന്നതാണ്. ജാതകപ്പൊരുത്തം ഇല്ലെങ്കിൽ വിവാഹം നശിക്കും. ചൊവ്വാദോഷം ഉണ്ടെങ്കിലോ ജീവിതം കഷ്ടമാകും. ഇനി നക്ഷത്രം ചേരില്ലെങ്കിൽ അടിച്ച് പിരിയും. ഭർത്താവ് ലേസി ആണെങ്കിൽ ബ്ലെയിം ചെയ്യേണ്ടത് ജൂപ്പിറ്ററിനെയാണ്, അല്ലാതെ ഭർത്താവിനെ അല്ല. ഭാര്യയ്ക്ക് പേഷ്യൻസ് ഇല്ലെങ്കിൽ ബ്ലെയിം ചെയ്യേണ്ടത് സാറ്റേണിനെയാണ്, അല്ലാതെ ഭാര്യയല്ല. ജാതക പൊരുത്തം ഏൻഷ്യന്റ് ആസ്ട്രോളജിയിൽ നിന്ന് വന്നതാണ്. കാലം മാറി, കോലം മാറി, സൊസൈറ്റി മാറി. പക്ഷേ ഈ അന്ധവിശ്വാസം മാത്രം സ്റ്റിൽ സ്റ്റക്ക്. സമ്മതിക്കുന്നു, പഴയ കാലത്ത് സയൻസ് ഇല്ല. അന്യോജ്യത ചെക്ക് ചെയ്യാൻ ഈസി ഷോർട്ട് കട്ട് ആസ്ട്രോളജി ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ടും ചിലരത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ജാതക പൊരുത്തം ഉറപ്പുവരുത്തി പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നവർ ഡിവോഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ജാതക പൊരുത്തം മിസ്മാച്ച് ആയിട്ടും ലവ് മാരേജ് സർവൈവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരാളുടെ പക്വത, മൂല്യബോധം, അയാൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എപ്പോൾ മരിക്കും, ജനിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ബർത്ത് ഡേറ്റ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളുടെ പക്വത പ്രെഡിക്റ്റ് ചെയ്യുന്ന ജ്യോതിഷയ്ക്ക് അയാൾ സ്വന്തം കുടുംബത്തിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ജാതക പൊരുത്തത്തിന് സയന്റിഫിക്കൽ എവിഡൻസ് ഇല്ല. പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നത് മൂഢത്തരവും അതിരുകവിഞ്ഞ മണ്ടത്തരവുമാണ്. ഒരു വ്യക്തിയുടെ ഭാവി, വിവാഹം, സാമ്പത്തിക ഭദ്രത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അയാൾ കൈവരിക്കുന്ന സ്വഭാവ ഗുണങ്ങളെ ആശ്രയിച്ചാണ്. ജാതകത്തിനോ ഗ്രഹങ്ങൾക്കോ ശുക്രനോ ചൊവ്വയ്ക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇവയെല്ലാം കോടാനുകോടി പ്രകാശവർഷം അകലെയുള്ള സെലസ്റ്റിയൽ ബോഡീസ് മാത്രമാണ്. വിവാഹ ജീവിതം വിജയകരമാക്കാൻ ഗ്രഹങ്ങളെ അല്ല ആശ്രയിക്കേണ്ടത്. അയൺ ഓക്സൈഡ് മൂലം ചുമന്ന നിറത്തിലിരിക്കുന്ന ചൊവ്വയെ നോക്കി ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് മണ്ടത്തരം വിളമ്പുന്ന ജ്യോതിഷകളെയുമല്ല ആശ്രയിക്കേണ്ടത്. വിവാഹ ജീവിതം വിജയകരമാക്കാൻ പരസ്പര ബഹുമാനം, ഇമോഷണൽ മെച്യൂരിറ്റി, ഫിനാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് വേണ്ടത്. വിവാഹബന്ധം നിലനിൽക്കുന്നത് ജ്യോതിഷയുടെ കബഡിപ്പലകയിലുള്ള പിന്തിരിപ്പനായ ചൊവ്വയല്ല, അത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. ജ്യോതിഷം മണ്ടത്തരമാണെന്നറിഞ്ഞിട്ടും ഇത്രയും ആൾക്കാർ ഇതിൽ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഫിയർ ഓഫ് അൺസർട്ടിനിറ്റി, ഫാമിലി പ്രഷർ, കൺഫർമേഷൻ ബയസ്, സോഷ്യൽ കണ്ടീഷനിങ് എന്നീ സൈക്കോളജിക്കൽ കാരണങ്ങളാണ് ഇതിന് പിന്നിൽ. വിവാഹം ഫെയിലായാൽ കുറ്റപ്പെടുത്താൻ ഒരു ബലിയാട് വേണം. അത് ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. ഗ്രഹങ്ങൾക്ക് പൊരുത്തമില്ലെങ്കിൽ ആക്ച്വൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പെൺകുട്ടിക്ക് നല്ല ജോലി, നല്ല സ്വഭാവം, പക്ഷെ നക്ഷത്രം ക്ലാഷ്, ചൊവ്വയാണ് പണി കൊടുത്തത്. ആൺകുട്ടിക്കാണെങ്കിലോ ജോലിയില്ല, ലേസിയാണ്, ഇറസ്പോൺസിബിൾ ആണ്. പക്ഷെ ജാതക പൊരുത്തം സൂപ്പർ, പ്രൊസീഡ്, നെക്സ്റ്റ് വീക്ക് കല്യാണം. പെൺകുട്ടിക്ക് കുക്കിംഗ് അറിയില്ല, പക്ഷേ ചൊവ്വ സ്ട്രോങ് ആണ്, മാരേജ് കൺഫേം, നോ ഡൗട്ട്. വിവാഹങ്ങൾ വിജയിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ്, പേഷ്യൻസ്, റെസ്പെക്ട് എന്നിവ കൊണ്ടാണ്, അല്ലാതെ ഗ്രഹങ്ങൾ അപ്രൂവ് ചെയ്യുന്നത് കൊണ്ടല്ല. മാരേജ് സക്സസ് ആവുന്നത് എഫേർട്ട് കൊണ്ടാണ്, അല്ലാതെ ഗ്രഹങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് തംസ് അപ്പ് സിഗ്നൽ ഇടുന്നത് കൊണ്ടല്ല. അന്ധവിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, പക്ഷേ യുക്തിസഹമായ ചിന്താഗതികൾ ഫോളോ ചെയ്യുന്നത് വളരെ വളരെ അർത്ഥവത്താണ്.
അപ്പോൾ ഇന്ന് നമ്മൾ പൊളിച്ചടുക്കിയ അന്ധവിശ്വാസം ഹെറാസ്കോപ്പ് ബെറ്റാ വേർഷൻ അഥവാ ജാതകം പൊരുത്തം. ഈ അന്ധവിശ്വാസം കാരണം ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എനിക്ക് പേഴ്സണലി നേരിട്ടറിയാം. സോ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടണ്ട. അപ്പോൾ അടുത്ത അന്ധവിശ്വാസവുമായി എക്സാം ബ്രോക്കർ പൂച്ചയിൽ ഞാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, വെയിറ്റ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. വിവാഹത്തിന് മുമ്പ് ജാതകം നോക്കും, പക്ഷേ ജോലി, സ്വഭാവം, ഉത്തരവാദിത്തം ഇതൊന്നും നോക്കത്തില്ല. ഗ്രഹപ്പൊരുത്തം നോക്കുമ്പോൾ വൈഫൈ പൊരുത്തം നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് കഷ്ടം. സോ വെൽക്കം ബാക്ക് ടു എക്സാം ബ്രോക്കർ പൂച്ച. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അന്ധവിശ്വാസം ഹെറാസ്കോപ്പ് ബെറ്റാ വേർഷൻ അഥവാ ജാതകം പൊരുത്തം വിവാഹം. കേരളത്തിലെ വിവാഹം തീരുമാനിക്കുമ്പോൾ പല കുടുംബങ്ങളും ആദ്യം ചോദിക്കുന്നത് ജാതകമുണ്ടോ, ചൊവ്വാദോഷമുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലെ ആക്ച്വൽ പ്രശ്നങ്ങളായ സ്വഭാവ വൈകല്യം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവയൊന്നും നോക്കാതെ ഗ്രഹങ്ങളുടെ സ്ഥാനം മാത്രം നോക്കുന്നു എന്നതാണ്. ജാതകപ്പൊരുത്തം ഇല്ലെങ്കിൽ വിവാഹം നശിക്കും. ചൊവ്വാദോഷം ഉണ്ടെങ്കിലോ ജീവിതം കഷ്ടമാകും. ഇനി നക്ഷത്രം ചേരില്ലെങ്കിൽ അടിച്ച് പിരിയും. ഭർത്താവ് ലേസി ആണെങ്കിൽ ബ്ലെയിം ചെയ്യേണ്ടത് ജൂപ്പിറ്ററിനെയാണ്, അല്ലാതെ ഭർത്താവിനെ അല്ല. ഭാര്യയ്ക്ക് പേഷ്യൻസ് ഇല്ലെങ്കിൽ ബ്ലെയിം ചെയ്യേണ്ടത് സാറ്റേണിനെയാണ്, അല്ലാതെ ഭാര്യയല്ല. ജാതക പൊരുത്തം ഏൻഷ്യന്റ് ആസ്ട്രോളജിയിൽ നിന്ന് വന്നതാണ്. കാലം മാറി, കോലം മാറി, സൊസൈറ്റി മാറി. പക്ഷെ ഈ അന്ധവിശ്വാസം മാത്രം സ്റ്റിൽ സ്റ്റക്ക്. സമ്മതിക്കുന്നു, പഴയ കാലത്ത് സയൻസ് ഇല്ല. അന്യോജ്യത ചെക്ക് ചെയ്യാൻ ഈസി ഷോർട്ട് കട്ട് ആസ്ട്രോളജി ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ടും ചിലരത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ജാതക പൊരുത്തം ഉറപ്പുവരുത്തി, പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നവർ ഡിവോഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ജാതക പൊരുത്തം മിസ്മാച്ച് ആയിട്ടും ലവ് മാരേജ് സർവൈവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരാളുടെ പക്വത, മൂല്യബോധം, അയാൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എപ്പോൾ മരിക്കും, ജനിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ബർത്ത് ഡേറ്റ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളുടെ പക്വത പ്രെഡിക്റ്റ് ചെയ്യുന്ന ജ്യോതിഷയ്ക്ക് അയാൾ സ്വന്തം കുടുംബത്തിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ജാതക പൊരുത്തത്തിന് സയന്റിഫിക്കൽ എവിഡൻസ് ഇല്ല. പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നത് മൂഢത്തരവും അതിരുകവിഞ്ഞ മണ്ടത്തരവുമാണ്. ഒരു വ്യക്തിയുടെ ഭാവി, വിവാഹം, സാമ്പത്തിക ഭദ്രത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അയാൾ കൈവരിക്കുന്ന സ്വഭാവ ഗുണങ്ങളെ ആശ്രയിച്ചാണ്. ജാതകത്തിനോ ഗ്രഹങ്ങൾക്കോ ശുക്രനോ ചൊവ്വയ്ക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇവയെല്ലാം കോടാനുകോടി പ്രകാശവർഷം അകലെയുള്ള സെലസ്റ്റിയൽ ബോഡീസ് മാത്രമാണ്. വിവാഹ ജീവിതം വിജയകരമാക്കാൻ ഗ്രഹങ്ങളെ അല്ല ആശ്രയിക്കേണ്ടത്. അയൺ ഓക്സൈഡ് മൂലം ചുമന്ന നിറത്തിലിരിക്കുന്ന ചൊവ്വയെ നോക്കി ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് മണ്ടത്തരം വിളമ്പുന്ന ജ്യോതിഷകളെയുമല്ല ആശ്രയിക്കേണ്ടത്. വിവാഹ ജീവിതം വിജയകരമാക്കാൻ പരസ്പര ബഹുമാനം, ഇമോഷണൽ മെച്യൂരിറ്റി, ഫിനാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് വേണ്ടത്. വിവാഹബന്ധം നിലനിൽക്കുന്നത് ജ്യോതിഷയുടെ കബഡിപ്പലകയിലുള്ള പിന്തിരിപ്പനായ ചൊവ്വയല്ല, അത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. ജ്യോതിഷം മണ്ടത്തരമാണെന്നറിഞ്ഞിട്ടും ഇത്രയും ആൾക്കാർ ഇതിൽ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഫിയർ ഓഫ് അൺസർട്ടിനിറ്റി, ഫാമിലി പ്രഷർ, കൺഫർമേഷൻ ബയസ്, സോഷ്യൽ കണ്ടീഷനിങ് എന്നീ സൈക്കോളജിക്കൽ കാരണങ്ങളാണ് ഇതിന് പിന്നിൽ. വിവാഹം ഫെയിലായാൽ കുറ്റപ്പെടുത്താൻ ഒരു ബലിയാട് വേണം. അത് ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. ഗ്രഹങ്ങൾക്ക് പൊരുത്തമില്ലെങ്കിൽ ആക്ച്വൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പെൺകുട്ടിക്ക് നല്ല ജോലി, നല്ല സ്വഭാവം, പക്ഷെ നക്ഷത്രം ക്ലാഷ്, ചൊവ്വയാണ് പണി കൊടുത്തത്. ആൺകുട്ടിക്കാണെങ്കിലോ ജോലിയില്ല, ലേസിയാണ്, ഇറസ്പോൺസിബിൾ ആണ്. പക്ഷേ ജാതക പൊരുത്തം
പ്രൊസീഡ്, നെക്സ്റ്റ് വീക്ക് കല്യാണം. പെൺകുട്ടിക്ക് കുക്കിംഗ് അറിയില്ല, പക്ഷേ ചൊവ്വ സ്ട്രോങ് ആണ്. മാരേജ് കൺഫേം, നോ ഡൗട്ട്. വിവാഹങ്ങൾ വിജയിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ്, പേഷ്യൻസ്, റെസ്പെക്ട് എന്നിവ കൊണ്ടാണ്, അല്ലാതെ ഗ്രഹങ്ങൾ അപ്രൂവ് ചെയ്യുന്നത് കൊണ്ടല്ല. മാരേജ് സക്സസ് ആവുന്നത് എഫേർട്ട് കൊണ്ടാണ്, അല്ലാതെ ഗ്രഹങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് തംസ് അപ്പ് സിഗ്നൽ ഇടുന്നത് കൊണ്ടല്ല. അന്ധവിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, പക്ഷേ യുക്തിസഹമായ ചിന്താഗതികൾ ഫോളോ ചെയ്യുന്നത് വളരെ വളരെ അർത്ഥവത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ പൊളിച്ചടുക്കിയ അന്ധവിശ്വാസം ഹെറാസ്കോപ്പ് പെറ്റാവേർഷൻ അഥവാ ജാതകം പൊരുത്തം. ഈ അന്ധവിശ്വാസം കാരണം ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എനിക്ക് പേഴ്സണലി നേരിട്ടറിയാം. സോ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടണ്ട. അപ്പോൾ അടുത്ത അന്ധവിശ്വാസവുമായി എക്സാം ബ്രോക്കർ പുഷയിൽ ഞാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, വെയിറ്റ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക.